ഫ്രഷ് കട്ട് സമരസമിതിക്കെതിരെ ഗുരുതരാരോപണവുമായി പോലീസ്. സമരസമിതി ചെയർമാൻ ക്രിമിനലാണെന്നും സമരത്തിൽ നിരോധിത സംഘടനകളുടെ പങ്ക് അന്വേഷിക്കുന്നുവെന്നും പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ. എന്നാൽ ഫാക്ടറിക്ക് തീയിട്ടത് ഉടമയുടെ ആളുകളെന്ന് സമരസമിതി ആരോപിക്കുന്നു. കമ്പനി വീണ്ടും പ്രവർത്തനം ആരംഭിച്ചതോടെ ഇരകൾ അനിശ്ചിതകാല നിരാഹാര സമരം പ്രഖ്യാപിച്ചു. ഫ്രഷ് കട്ട് അറവുമാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ പ്രദേശവാസികൾ നടത്തിയ സമരത്തിൽ നിരോധിത സംഘടനകളുടെ പങ്ക് അന്വേഷിക്കുന്നുവെന്നാണ് പോലീസ് സത്യവാങ്മൂലത്തിലെ ഗുരുതര പരാമർശം. അക്രമം നടത്തിയത് സമരക്കാർ തന്നെയാണെന്നും ഫ്രഷ് കട്ടിന് അക്രമത്തിൽ പങ്കില്ലെന്നും പറയുന്ന സത്യവാങ്മൂലം പോലീസ് പ്രദേശത്ത് ലാത്തിച്ചാർജ് നടത്തിയിട്ടില്ല എന്നും പറയുന്നു. അതേസമയം പോലീസ് വാദങ്ങൾ സമരസഹായ സമിതി തള്ളി. ഞങ്ങളിതിൽ മനസ്സിലാക്കുന്നത് പോലീസ് ഇവിടെ കമ്പനിക്ക് ചൂട്ടുപിടിക്കുകയാണ്. കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരാരോ ഇത് തീവച്ചോ എന്ന കാര്യം ഞങ്ങൾ സംശയിക്കുകയാണ്. കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ പ്രക്ഷുബ്ധമാക്കി ജനങ്ങൾക്ക് നേരെ കല്ലേറ് നടത്തി ജനങ്ങൾ കൊണ്ട് തിരിച്ച് കല്ലേറ് വാങ്ങി പോലീസ് ഒരു യുദ്ധക്കളം ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളതിന്റെ പിന്നിൽ കമ്പനി ഉടമയും പോലീസും നടത്തിയിട്ടുള്ള ഒരു ഒത്തുകളിയാണ് എന്ന് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ ആരോപിക്കുകയാണ്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പോലീസ് സംരക്ഷണയിൽ ഫ്രഷ് കട്ട് പ്രവർത്തനം പുനരാരംഭിച്ചതോടെ ജീവിതം വീണ്ടും ദുസ്സഹമായതായി പ്രദേശവാസികൾ പറഞ്ഞു. കട്ടിപ്പാറ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബിജു കണ്ണന്തറ അനിശ്ചിതകാല നിരാഹാരം പ്രഖ്യാപിച്ചു. ഇരകളായിട്ടുള്ള ആളുകളെ കേൾക്കാൻ യാതൊരു രീതിയിലും തയ്യാറായിട്ടില്ല. നമുക്കിനി വേറെ ഒരു പ്രതീക്ഷയൊന്നുമില്ല. നിരാഹാര സമരം മാത്രമേ രക്ഷയുള്ളൂ എന്ന് കണ്ടുകൊണ്ടാണ് അതിനാഹ്വാനം ചെയ്യുന്നത്. ഈ നാറ്റ കമ്പനി തുടരാൻ പാടില്ല, അടച്ചു പൂട്ടണം എന്നുള്ളതാണ്. ഇന്നലെ താമരശ്ശേരിയിൽ സമരസഹായ സമിതി സംഘടിപ്പിച്ച ഫ്രഷ് കട്ട് വിരുദ്ധ മഹാറാലിയിൽ സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമടക്കം ആയിരങ്ങളാണ് അണിനിരന്നത്. കമ്പനി അടച്ചുപൂട്ടും വരെ സമരം തുടരുമെന്ന നിലപാടിലാണ് ജനങ്ങൾ. ടി അനീസ് അലി, മീഡിയ 1, കോഴിക്കോട്.